പറ്റുന്നില്ലല്ലോ. വീട്ടിയടി. ആരാണത്? എന്തു നടന്നത്? ഫാക്ടറിയാ? വീടിന്റെ മുമ്പിൽ വന്നിട്ടാണ് നിന്റെ അമ്മൂമ്മയുടെ സൈറ മുഴുക്കല് ചൂലെ. എന്നാ പിന്നെ ലോറി എടുത്ത് മാറ്റാൻ പറയടാ പുല്ലേ. ഞാൻ ആരാണെന്ന് അറിയാൻ പാടാ അരപ്പേ. നീ ഏത് മരക്കഴുതിയാലും എനിക്കെന്താ കോപ്പൻ? ആഹാ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ പട്ടി. നാട്ടുകാര് കാണൂടാ തെണ്ടി. എന്റെ അമ്മോ വിട്ടോ. ഓഹോ, നമ്പറില്ലല്ലേ? നിന്നെ ഞാൻ പൊക്കടാ മരപ്പട്ടി. വണ്ടി വിളക്കണോ? വണ്ടി വിളക്കടി. എടാ വണ്ടി നിർത്തോ, ഇല്ലേ പുലിമലാകും. പോലീസുകാരനെ ഇടിച്ചത്. അതുകൊണ്ടാ നിർത്താത്തത്. നിർത്തിയ എല്ല് പോലും മിച്ചം കിട്ടൂല. ആ കാറിനെ ഫോളോ ചെയ്യും. പൊയ്ക്കോട്ടെ. 23.5 മണിക്കൂറിനകം അവന്മാരെ പൊക്കിയില്ലെങ്കിൽ ഞാൻ ഇടിയൻ വിക്രമനല്ല. ഞാൻ പോട്ടെ സാർ. ഞാൻ കൂടെ വരട്ടെ. പോടോ. വിക്രമ, വിക്രമൻ എത്തിയില്ല സാർ. ഇയാളിത് എവിടെ പോയി കിടക്കാ? ദേ എത്തി സാർ. ഇതെന്തോടോ പോലീസ് സ്റ്റേഷനല്ല ഉടുപ്പി പോട്ടല്ലോ, തോന്നുമ്പോ കയറി വരാൻ ഇറങ്ങി പോവാനും. അയ്യോ സാർ, വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാ. ഒരു മാരുതി കാരനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയി. അയ്യോ വല്ല ഒടിവോ ചതവോ? ഒടിവില്ല, ചതയില്ലാത്തോണ്ട് ചതഞ്ഞതുമില്ല. കാറിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടില്ലേ? നമ്പർ ഇല്ലാത്ത കാറായിരുന്നു സാർ, ഒരു ഫോറിൻ കാർ. മാരുതി കാറിനല്ലേ താൻ നേരത്തെ പറഞ്ഞത്? അതെ സാർ, പക്ഷെ അതിന്റെ നമ്പർ പ്ലേറ്റിൽ ഫോറിൻ എന്ന് എഴുതിയിരുന്നു. ഓ കഴുതേ, അത് 4 രജിസ്ട്രേഷൻ. സാർ, സാറിന് ചീത്ത വിളിച്ചതും ഒരു നമ്പർ ഇല്ലാത്ത കാർ വന്നോമാരല്ലേ? അതെ, ഒരു നമ്പർ ഇല്ലാത്ത കാറിൽ കുറെ നമ്പറുകളുമായി 2 നമ്പർ 1 തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരെ ഇപ്പൊ തന്നെ നോക്കണം. ഹരിയാപ്പ്. കറിയുപ്പോ? കറിയുപ്പ് അല്ലടോ, ഹരിയാപ്പ്. ഒന്ന് വേഗം വരാൻ. കമോൺ. രാജാവിൻ പാർവൈ റാണിയൻ പക്കം. നീലിമ രക്ഷപ്പെട്ടു. 2 പാക്കറ്റ് കൂടി കിട്ടിയ കാശ് മുടക്കാതെ ഒപ്പിക്കാം. ഇത് എന്റെ ഏരിയ, ഇവിടെ പറക്കാൻ പറ്റില്ല. നിനക്ക് വേണേ ചന്തക്കവലയിൽ പോയി പറക്ക്. ഓടാ, നിന്റെ ഏരിയ. ഈ തെരുവെന്താ നിന്നെ തന്തട വകയാണോ? അതേടാ, ഞാൻ തെരുവിന്റെ സന്തതിയാ. മെനക്കെടുത്താ വേഗം സ്ഥലം കാലിയാക്ക്. പോ 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 പോ. പേടിപ്പിക്കാതെ മക്കളെ. ഇതെന്തൊരു മറിമായം. ഇതൊരു നിമിത്ത. ഇത്തവണ സമ്മാനം ഉറപ്പ്. അയ്യോ കള്ളനല്ല, കവറ് കവറ് കവറ്. അയ്യോ എന്ത് പറ്റി? ദേ ഒരു കള്ളൻ എന്റെ വള മോഷ്ടിക്കാൻ വന്ന് എന്റെ കൈ കയറി പിടിച്ചു. കവറൊന്നും എടുക്കാൻ പറ്റില്ല. വേഗം ആവട്ടമായേ, എനിക്ക് ഹോസ്പിറ്റലിൽ പോവാൻ നേരമായി. ഇന്ന് അവധിയല്ലേ? ഇന്ന് എനിക്ക് ഓഫാ, പക്ഷെ കുറച്ചു മുൻപ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. ഡ്യൂട്ടി നഴ്സ് ലീവ് അത്രേ. പോരെങ്കിലും ഇന്ന് ഓപ്പറേഷൻ ചെയ്യും. എന്നാ ചേച്ചി പോയിക്കോ. ആ പിന്നെ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോ സൂക്ഷിക്കണം. ഇപ്പൊ കള്ളന്മാരെ കൊണ്ട് വയ്യാണ്ടായിരിക്കുന്നു. വാഷിംഗ് കഴിഞ്ഞോ? താൻ പിന്നെയും വന്നോ? അയ്യോ ചേച്ചി പ്ലീസ്, ഞാൻ കള്ളനല്ല. വള മോഷ്ടിക്കാനൊന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് സോപ്പ് പൊടിയുടെ കവർ മതി. 2 കിട്ടി. അതും കൂടി കിട്ടിയ ലക്കി കോൺടെസ്റ്റിൽ പങ്കെടുക്കാനാ. പ്രൈസ് അടിച്ച 1 സമ്മാനം ഒരു കാറാ. പ്ലീസ് അതെനിക്ക് തരുവോ? ഇതൊരു വട്ട് കേസാ, നീ അതാ കൊടുത്തേക്ക്. താങ്ക്സ്. പിന്നെ ഉപദ്രവത്തിന് സോറി കേട്ടോ. മതി മതി പോയിക്കോ. ആക്ച്വലി ഈ ലക്കി കോൺടെസ്റ്റ് എന്ന് പറയുമ്പോ നമ്മുടെ ചില ആളുകൾക്ക് അതിനോട് പുച്ഛമാണെങ്കിലും
ഇന്ന് നമ്മുടെ സമൂഹത്തില് താങ്ക് യു. ഹലോ ഹലോ സാർ, ഇത് ഞാനാണ്. ഓഹോ, ഞാനോ? എന്താ വിശേഷിച്ച്? സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. എന്റെ പേര് മഹാദേവൻ. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരാണ് ഈ പാതിരാത്രി വിളിച്ച് ശല്യാണ്? സാർ, ഞാൻ മഹാദേവനാണ്. ആ കാറിന്റെ ഉടമസ്ഥൻ KL7007. എടാ പന്ന റാസ്കൽ, നീ എവിടെന്നാണ് വിളിക്കുന്നത്? ഇവിടെ അടുത്തുന്ന. അടുത്തെന്ന് വെച്ചാൽ? സാർ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. എന്റെ കാറ് പോലത്തെ വേറൊരു കാറ് കൂടിയുണ്ട്. ഹലോ ഹലോ. എടാ മഹാദേവ, മഹാ ചെറ്റേ, നിന്നെ പോലെ മഹാ തെണ്ടികളെയും മഹാ എംബോക്കികളെയും ഞാൻ കുറെ കണ്ടണ്ടാ. SI ചെറിയാന്റെ അടുത്ത് വേണ്ടട്ടോ നിന്റെ കളി. മര്യാദയ്ക്ക് ഒന്ന് കീഴടങ്ങണം, നിനക്ക് നല്ലത്. എന്താ ജയ? ഒന്നുമില്ല, ഞാനൊന്ന് ഞെട്ടിയതാ. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഇന്നെന്തോ കോളൊത്തിട്ടുണ്ട്. ഓട്ടോറിക്ഷയിലാണല്ലോ വരവ്. മോനെ അപ്പുക്കുട്ട, ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങ് ഇറങ്ങ്. ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. അതാണ് നിന്റെ ശത്രു ലില്ലിക്കുട്ടി, ജഗജില്ലിയ. അതിനടുത്തിരിക്കുന്നതാണ് അവിടെ അമ്മുമ്മ. നീ ആരാണെന്ന് അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കേ. ആ പിടിച്ചോ. അയ്യോ, എന്റെ ലില്ലിക്കുട്ടി. എന്റെ ലില്ലിക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ. അത് അപ്പുക്കുട്ടനോട് എന്ത് പറ. അപ്പുക്കുട്ടൻ നിസാരക്കാരനൊന്നുമല്ല, പുലിയാ പുലി. അതുകൊണ്ട് ലില്ലിക്കുട്ടിയെ ഇനി അടക്കി ഒതുക്കി വളർത്തിക്കോ. ആദ്യം ഞെളിയണ്ടോ. പുലിയെ എലിയാക്കാനുള്ള വിദ്യ എന്റേലുണ്ട്. വലിയ കുളം തിരുമേനിയെ വരുത്തും ഞാൻ. അതാരാമ്മേ? നിന്റെ അച്ഛൻ. അച്ഛന്റെ പേര് കൊച്ചപ്പിന്നല്ലേ? അത് പണ്ട്. ഇപ്പൊ വലിയ കുളം തിരുമേനി എന്നല്ലേ അറിയപ്പെടുന്നത്. ഭൂതങ്ങളെ ആവാഹിച്ചു വെക്കുന്ന മന്ത്രവാദിയാ. ഒരു കൂടോത്രം ചെയ്താലേ താനും തന്റെ പുലിയും ചോര തുപ്പിച്ചാവും. എന്നാ വരുത്ത്. കുളത്തിനെയോ കുന്നിനെയോ ആരെ വേണേലും വരുത്ത്. മന്ത്രവാദിയെ കടിക്കാനും അപ്പുക്കുട്ടൻ ബഹുപിടുക്കനാ. ആ കിട്ടിപ്പോയി. താ നോക്ക്. നമ്പറില്ലാത്ത കാറ്, അതേ നിറം, അതേ ലുക്ക്. കമോൺ. അവൻ രക്ഷപ്പെട്ടു. കമോൺ കമോൺ, പോയി ജീപ്പ് എടുത്തിട്ട് വേണം പുല്ലേ. ആശാനേ, നമ്മുടെ നമ്പർ പ്ലേറ്റ് എന്തായി? ജെയിംസ് ബോണ്ട് 007. അതെപ്പോഴേ റെഡി. ഇനി വണ്ടി കിട്ടിയാ മതി. വണ്ടി എപ്പോഴേ റെഡി. ഇനി നമ്പർ പ്ലേറ്റ് കിട്ടിയാൽ മതി. അപ്പോഴേക്ക് ഞങ്ങൾ പോയി 3 മസാല ദോശ വീതം തിന്നിട്ട് വരാം. നമ്പർ പിടിപ്പിച്ചു വെച്ചേരി. പൊടിയാ, എന്തിനാ ആ നമ്പർ പ്ലേറ്റ് എടുത്താ ചുവന്ന വണ്ടി പിടിപ്പിച്ചാരെ. ഉസ്ലാം പറ്റി പെൺകുട്ടി മുത്തുപേറ്റി പെൺകുട്ടി വേഗം പോടോ.
കൊച്ചു മസാല ദോശ. കൊച്ചു തോര എവിടെ പോണു? വയറ്റിൽ വല്ല തുളയുണ്ടോ? ഇവന്മാരിത് ഇതുവരെ പിടിപ്പിച്ചില്ലേ? അശനെ, എന്താ ഇത്? ഈ നമ്പർ പ്ലേറ്റ് ഇതുവരെ പിടിപ്പിച്ചില്ലേ? പീഡിപ്പിച്ചില്ലേ? ദാ പൊടിയാ, നിന്നോടല്ലേ പറഞ്ഞത് ആ നമ്പർ പിടിപ്പിക്കാൻ? അതെപ്പോഴേ പിടിപ്പിച്ചോ? പീഡിപ്പിച്ചോ? എന്നാ കാണിക്കടാ. അയ്യോ, അത് ഞാൻ പിടിപ്പിച്ചാണല്ലോ. കള്ളം പറയുന്നോടാ. നിന്റെ ആട്ടവും പാട്ടും ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിച്ചത്. ആശാനും ശിഷ്യനും കൂടി ഒരുമാതിരി അഭ്യാസം ഇറക്കരുത് പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് നമ്പർ പ്ലേറ്റ് പിടിപ്പിടോ. ഞങ്ങളൊരു 3 മസാല ദോശ കൂടെ കഴിച്ചിട്ട് വരാം. അതിന് മുമ്പ് പിടിപ്പിച്ചേക്കണം. ആ വാ വാ. ഇനിയും റെഡിയായിട്ടില്ലെങ്കിൽ നമുക്ക് ഓരോരോ തൈര് വട കൂടെ കഴിക്കാം. തൈര് വടയല്ല, ഇനി ഈ വട പോയി കഴിക്കാം. ദാ നോക്ക്, യുവമാരുടെ അടുത്ത് നിന്ന് നല്ല വാക്കി പറഞ്ഞ കാര്യം നടക്കില്ല. കുമാരേട്ടൻ വാ. എറണാകുളം നമ്പറിന്റെ ഒരു കല കണ്ട കുമാരേട്ടാ.